സുഹൃത്തുക്കളെ, എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെരുപ്പില്ലാതെ ഞാൻ നടന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. 16 വയസ്സ് വരെ ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ അത്രയധികം ദാരിദ്ര്യമായിരുന്നു, പൈസ ഇല്ല. അപ്പോൾ അത് കാരണം 16 വയസ്സ് വരെ ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെരുപ്പ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇടാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് ആ ചെരുപ്പിടാൻ തുടങ്ങിയത് മുതൽ ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ചെരുപ്പിടാതിരിക്കുന്ന സമയത്തുള്ള അവസ്ഥയും ചെരുപ്പിട്ടുള്ള ഒരവസ്ഥയും. ചെരുപ്പിടാതിരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലം എനിക്കുണ്ടായിരുന്നില്ല. വളരെ നല്ലൊരിതായിരുന്നു. ചെരുപ്പിടാൻ തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 35 വർഷം ചെരുപ്പിട്ടുണ്ടാവും. ചെരുപ്പിട്ടതിന് ശേഷം ഉള്ള അനുഭവം എനിക്കറിയാം, അതിനിട്ട് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം നമ്മൾ നോക്കാം. പ്രകൃതിയുള്ള ഒരു ജീവിയും ചെരുപ്പിട്ട് നടക്കാറില്ല, ഒരു ജീവിയും വസ്ത്രം ധരിക്കാറില്ല. അതിനർത്ഥം ഇതല്ല നമ്മളും വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പോകണമെന്നല്ല. അവ പ്രകൃതി അതിന് കൊടുത്തുള്ള ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവ ജീവിക്കുന്നു. അത് കാരണം ഒരു രോഗമില്ല. നമ്മൾ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച വസ്തുവാണ് നമ്മൾക്ക്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ രോഗം മാറ്റാൻ നമുക്ക് പഞ്ചഭൂതങ്ങളും വളരെ അത്യാവശ്യമാണ്. ജലം വേണം, വായു വേണം, പ്രകാശം വേണം, അതേപോലെ തന്നെ ഭൂമി വേണം, ഈ അഗ്നി വേണം, ഈ സംഗതികളൊക്കെ വേണം. അപ്പോൾ സമയാസമയത്ത് സൂര്യപ്രകാശം നമ്മൾ കൊള്ളണം, സമയത്ത് വായുവായിട്ട് നമ്മൾ സമ്പർക്കം ഉണ്ടാക്കണം, സമയാസമയങ്ങളിൽ നമ്മൾ ഭൂമിയായിട്ടുള്ള നമ്മുടെ സ്പർശം ഉണ്ടാവണം. എങ്കിൽ നമുക്ക് രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അക്യൂപ്രഷർ എന്നൊരു ചികിത്സാ പദ്ധതി ഉണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് പറയുന്നത്, നമ്മുടെ കാലിൻ്റെ അടിയിൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും മുഴുവൻ പോയിന്റുകൾ നമ്മുടെ കാലിൻ്റെ അടിയിലാണ് പെട്ടിരിക്കുന്നത് പറയുന്നത്. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ദേവേന്ദ്ര വോറ, നോർത്ത് ഇന്ത്യയിലെ ഡോക്ടറായിരുന്നു. അദ്ദേഹം അക്യൂപ്രഷറിൽ കൂടെ ക്യാൻസർ ആയിക്കോട്ടെ, എയ്ഡ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, യാതൊരു ടെസ്റ്റും വേണ്ട, നമ്മുടെ കൈ ജസ്റ്റ് അമർത്തിയതിന് ശേഷം നമുക്ക് എവിടെയാണ് രോഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളോട് പറയും. ഒരു ടെസ്റ്റും വേണ്ട, MRI വേണ്ട, ഒരു സ്കാനിങ് വേണ്ട, ഒന്നും വേണ്ട. ഇല്ലാതെ തന്നെ അദ്ദേഹം നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പറയും, ദേവേന്ദ്ര വോറ. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ സംഗതി എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ഈ ചെരുപ്പിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എനിക്കറിയായിരുന്നു. സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കണ്ണിന് നമുക്ക് കാഴ്ച കൂടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിയിൽ നമ്മൾ എണ്ണ പുരട്ടണം എന്നാണ് ആയുർവേദം പറയുക. ആയുർവേദത്തിന് 5 മർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 5 ഹൃദയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ തലയുടെ മുകളിലുള്ള ബ്രഹ്മരന്ധ്രം, ഇതൊരു മെയിനായിട്ടുള്ളൊരു മർമ്മമാണ്. രണ്ടാമത് നമ്മുടെ കൈ, ഈ 2 കൈപ്പത്തിയിലുള്ള ഈ മർമ്മം. പിന്നെ താഴത്ത് കാലിൻ്റെ അടിയിൽ കിടക്കുന്ന മർമ്മം. ഈ മർമ്മങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം നമ്മുടെ തലവരെ ചെന്നെത്തും. അപ്പം നമ്മുടെ കണ്ണിന് കാഴ്ച നമ്മൾ കൂട്ടണം എന്ന് പറയുമ്പോൾ ഈ കാലിൻ്റെ അടിയിൽ എണ്ണ തേക്കണം. കാലിൻ്റെ ഏറ്റവും താഴത്തെ സോൾ എന്ന് പറയുന്ന അവിടെ നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കും. കാരണം അവിടുന്ന് 2 പ്രധാനപ്പെട്ട ഞരമ്പുകൾ നമ്മുടെ തലവരെ എത്തുന്നുണ്ട്. അതിനെ പേരെനിക്കിപ്പോൾ ഗാന്ധാരി അങ്ങനെ എന്തോ ഒരു പേരുണ്ട് തോന്നുന്നു. പിന്നെ വേറൊരു അങ്ങനത്തെ 2 പ്രധാനപ്പെട്ട നാഡികൾ ഇവിടുന്ന് കാലിൻ്റെ പാദങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് നമ്മുടെ ഇത് വരും. അപ്പോൾ ആയുർവേദത്തിൽ ആദ്യം ചെയ്യുന്നത് ഇവരെന്താന്ന് പറയുമ്പോൾ നമ്മുടെ ശിരസിൽ, തലയിൽ അവർ എണ്ണയിടും, കൈയിൻ്റെ 2 കൈയിൻ്റെ ഇവിടെ എണ്ണയിടും, കാൽപാദങ്ങളിൽ എണ്ണയിടും, ചെവിയിൽ എണ്ണയിടും. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പം നമ്മൾ തലയിൽ എന്തെങ്കിലും ഇവിടെ ഏതെങ്കിലും നമ്മുടെ തല നരയ്ക്കാതിരിക്കാനുള്ള ഏതെങ്കിലും ഡൈ നമ്മുടെ ഇവിടെ പുരട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ വ്യക്തമാണ്. കാരണം ആ ഡൈ പുരട്ടിക്കഴിഞ്ഞാൽ ആ ഡൈ നമ്മുടെ ഇവിടെ ബ്രഹ്മരന്ധ്രത്തിലാണ്, അതൊരു ഇൻലെറ്റാണ്. അവിടെ പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ രാസ്നാദി പൊടി ഇവിടെ പുരട്ടുന്ന സമയത്ത് ഇവിടെ ശരിയാവും, തൊണ്ട ശരിയാവും. കാരണം എന്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കാലിൻ്റെ കാര്യം. അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ചെരുപ്പിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ കാലിനെ ആ വിഷമായിട്ടുള്ള വസ്തുക്കൾ കൂടെ നമ്മൾ റബ്ബ് ചെയ്തുകൊണ്ടാണ്. ഓരോ സമയത്ത് നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന സമയത്ത് മുഴുവൻ മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വിഷമയമായിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ്. കാരണം ശരീരത്തിൽ, സ്കിന്നിൽ ഏതൊരു സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശരീരം അബ്സോർബ് ചെയ്യും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ നമ്മളിവിടെ ഈ സാധനം കൊണ്ട് നമ്മളിങ്ങനെ ആക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പ്രഷർ, അതായത് പരിവർത്ത ഭൂമിയിലൂടെ നടക്കുന്ന ആ സമയത്തുള്ള ആ പ്രഷർ നമ്മൾക്ക് കിട്ടില്ല. ബ്രിട്ടീഷുകാർ വന്നു, നമ്മുടെ ഇന്ത്യയിൽ വന്നു, അവരെല്ലാം കോൾഡ് കൺട്രീസിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവർക്ക് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും ചെരുപ്പിടാൻ തുടങ്ങി. പിന്നെ ഗവൺമെൻറ്റും പ്രചരിപ്പിക്കാൻ തുടങ്ങി, എല്ലാവരും ചെരുപ്പിടണം എന്ന് പറഞ്ഞിട്ട്.
ചെരുപ്പിടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ബി പിയും ഷുഗറും, പിന്നെ ചെരുപ്പ് ഉണ്ടതുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്ന് ഓരോ കുടുംബത്തിലും ബി പി, പ്രഷർ, ഷുഗറുള്ള വ്യക്തികളാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇന്ന് എവിടെ നോക്കിയാലും ബി പിയും പ്രഷറും ഷുഗറും മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് 180/120 പ്രഷർ ഉണ്ടായിരുന്നു. ഇത്ര 20 വർഷം മുൻപ് ഞാനൊരിക്കൽ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറിനെ കാണാൻ പോയി ചോദിച്ചപ്പോൾ ആദ്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്യുന്നത് 180/120. ഞാൻ പേടിച്ചൊന്നുമില്ല, ഞാൻ അന്നോട്ട് മരുന്നും കഴിച്ചില്ല. കാരണം നമ്മൾ ഷുഗർ വന്നു അല്ലെങ്കിൽ പ്രഷർ വന്നു, ആദ്യത്തെ ഡോസ് നമ്മൾ കഴിക്കുന്നതോടുകൂടി നമ്മൾ നിത്യരോഗിയായിട്ട് തീരുക. കാരണം അസുഖം മാറിയില്ലോ എന്നല്ല, നമ്മൾ ആ ഡോസ് കഴിച്ചുകൊണ്ടിരിക്കും, പിന്നീട് നിത്യരോഗത്തിലേക്ക് വഴുതി വിടും. പക്ഷേ ഞാൻ ആ മരുന്ന് തൊട്ടിട്ടില്ല, എനിക്ക് ആവശ്യമില്ല, ഞാൻ അലോപ്പതി ചെയ്യാറില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ ബി പി 120/80 ഇന്ന് ഈ സമയത്ത്. കാരണം എന്താണെന്ന്, ആ സമയത്ത് ബി പി കൂടാനുള്ള ഇതെന്ന് പറയുമ്പോൾ 24 മണിക്കൂർ ജോലിയും ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും സമയത്തിന് ഭക്ഷണമില്ല, എല്ലാം കൂട്ടി അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ ജോലിയിൽ നിന്നെല്ലാം മാറിയതിന് ശേഷമാണ് പിന്നെ ഞാൻ യോഗ, വ്യായാമം, അതേപോലെ തന്നെ പ്രകൃതി ചികിത്സ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്നിട്ട് എൻ്റെ ബി പി പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതുമാതിരി തന്നെ ഷുഗർ, എനിക്ക് നല്ല ഷുഗർ ഉണ്ടായിരുന്നു. അവിടെ തുടയെല്ലാം ഭയങ്കര ക്ഷീണം, നടക്കുന്ന സമയത്ത് ക്ഷീണം, അങ്ങനത്തുള്ളതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ എനിക്ക് എത്ര വേണമെങ്കിലും 1 കിലോ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഇതിനെല്ലാം പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രകൃതിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ വിചാരിച്ചു, എന്തായാലും ഈ 1 വർഷം ഞാൻ ചെരുപ്പില്ലാതെ നടക്കുന്നു ഞാൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ചെരുപ്പില്ലാതെ നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പാൻറ് ഇട്ടാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ പാൻറ് ഇട്ട് വെളിയിൽ നമ്മൾ ചെരുപ്പിടാതെ എങ്ങനെ നടക്കും? അത് കാരണം കൊണ്ട് ഞാൻ പാൻറ് ഉപേക്ഷിച്ചിട്ട് ഞാൻ മുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല, ചെരുപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിലും. ആദ്യമൊക്കെ വെളിയിൽ നടക്കുന്ന സമയത്ത് എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു, അയ്യോ ഇങ്ങനെ ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുന്നതൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഞാൻ വിചാരിച്ചു എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്, നമ്മളെയാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്, അവർക്ക് വേറെ പണിയൊന്നുമില്ല, നമ്മളെ ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ, അങ്ങനെ തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അതൊരു 1 മാസത്തോടുകൂടി ആ ചമ്മലൊക്കെ എനിക്ക് പോയി. ആദ്യമൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കര വേദനയുണ്ടായിരുന്നു, കാലിൽ മുള്ളുകുത്തുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഉച്ചയ്ക്ക് 1 മണിക്ക് വേനൽക്കാലത്ത് മാർച്ചിൽ ഈ ടാറിട്ട റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ തീയിൽ നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നും കാര്യമൊന്നുമില്ല, നമ്മൾ 16 വയസ്സ് വരെ ഇങ്ങനെ തന്നെയല്ലേ നടത്തുള്ളൂ, ആ സമയം നമുക്കൊരു പ്രശ്നമില്ല, എന്തുകൊണ്ട് പ്രശ്നമില്ല, ഓക്കെ. നമ്മുടെ ഒരു ചെരുപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു 6 മാസം പോയിട്ട് മുഴുവൻ തേഞ്ഞു പോകും, കാരണം അതിലൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മുടെ കാലം അങ്ങനെയല്ല, എത്രത്തോളം ഉപയോഗിക്കുന്നു അതിൽ അത്രത്തോളം കട്ടിയായിട്ട് അതിൽ തഴമ്പ് വന്നുകൊണ്ടേയിരിക്കും, അതൊരിക്കലും മരിക്കില്ല, തേഞ്ഞു പോവില്ല. 120 വർഷക്കാലം നമ്മുടെ ഓരോ ശരീരത്തിലെ അംഗവും 120 വർഷക്കാലം നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഹാർട്ട് ആയാലും ശരി, കിഡ്നി ആയാലും ശരി, ലിവർ ആയാലും ശരി, എന്തായാലും ശരി, അതിന് നേരത്തെ കേടുവരുത്താൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പം ഞാൻ 1 മാസം അല്പം ബുദ്ധിമുട്ടി, 1 മാസത്തിന് ശേഷം പ്രശ്നങ്ങളെല്ലാം പോയി. അതിനുശേഷം സുഹൃത്തുക്കളെ, ഇത്രയധികം സ്വസ്ഥത, ഇത്രയധികം ശാന്തി ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് പറയുമ്പോൾ, നമ്മൾ പ്രകൃതിയായിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ, വൈകിട്ട് ഒരു അരമണിക്കൂർ, അങ്ങനെ 1 മണിക്കൂറേ നടക്കാറുള്ളൂ. ബാക്കിയുള്ള സമയത്തും എവിടെയും പോകുകയാണെന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ തന്നെയാണ് പോകുന്നത്. വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥ. അതായത് നമ്മൾ പലർക്കും ഈ തലയിൽ ഈ ബി പി എല്ലാം കൂടിയിട്ട് ഭയങ്കര എപ്പോഴും ഒരു സമ്മർദ്ദമായ ഒരു പിരിമുറുക്കമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മൾ നിലത്ത് കൂടി നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന്, നമ്മുടെ ടോട്ടൽ നെഗറ്റിവിറ്റി എന്തൊക്കെ ശരീരത്തിലുണ്ടായിരുന്നോ അത് മുഴുവൻ ഈ പാദങ്ങളിലൂടെ പോകും. അതുകൂടാതെ പാദങ്ങളിൽ കറക്റ്റായിട്ട് പ്രഷർ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് വളരെ ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. അതായത് മനസ്സിൻ്റെ ലഘൂകരണത്തിന്, അതായത് മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാണെങ്കിൽ നമ്മുടെ പണ്ട് ആൾക്കാർ പറയായിരുന്നു, നിങ്ങളുടെ കണ്ണിന് കാഴ്ച കൂട്ടണോ, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഉല്ലാസം ഉണ്ടാവണം, അപ്പോൾ രാവിലെ ഈ മഞ്ഞൊക്കെ വീണ ആ പുല്ലിലൂടെ നടക്കാൻ പറയും. അപ്പോൾ അത് വളരെ ഒരു ഹീലിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളിത് ദിവസം മുഴുവൻ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, പ്രഷർ, ഷുഗർ എന്ന് പറയുന്നത് അടുത്ത് വരില്ല. 100-101% ഗ്യാരണ്ടിയാണ്. യാതൊരു സംഗതി അടുത്ത് വരില്ല. നിങ്ങൾ വളരെ ഫിറ്റായിട്ടുണ്ടാവും, യാതൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൂടാതെ നിങ്ങളുടെ ബി പി വളരെ കമ്മിയായിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്കായാലും ഇപ്പോൾ റോഡിലൂടെ ഇപ്പോൾ നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ നടന്ന് ഞാനിപ്പോൾ അഡിക്റ്റായി. ഇപ്പോൾ ചെരുപ്പിട്ട് നടക്കാമെന്ന് പറയുമ്പോൾ വല്ലാതെ, കാരണം ചെരുപ്പിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയ ചെരുപ്പ് നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ഹീറ്റിൻ്റെ ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാവും. നമ്മുടെ തലയിലൊരു ഹീറ്റ്, അതേമാതിരി തന്നെ കാലുകളിലെ ഹീറ്റ്, ടോട്ടൽ ബോഡിക്കൊരു ഹീറ്റ് ഉണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങി ആ ഹീറ്റ് കാണില്ല, ഒരു കൂളിംഗ് ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും, അതായത് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും. അതായത് നമ്മുടെ ടോട്ടൽ ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരവസ്ഥ. നമ്മളതാണ് അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ചെരുപ്പ് വെച്ചുകൊണ്ട് എന്താണ് ഉള്ളിൽ നടക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈ നടത്തലിലൂടെ നമ്മുടെ മിക്ക രോഗവും നമ്മുടെ ഒഴിവാക്കും.
യൂറോപ്യന്മാർ നമ്മൾക്ക് എന്തൊക്കെ സഹായം തന്നിട്ടുണ്ടോ, വെസ്റ്റേൺ മെഡിസിൻ ആയാലും ശരി, അതേപോലെ തന്നെയുള്ള നമ്മുടെ കലോറി തിയറി ആയാലും ശരി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വിറ്റമിൻ ഇതിൻ്റെ ആയാലും വൈറസ്, ബാക്ടീരിയ തിയറി, ഇതെല്ലാം മനുഷ്യനെ രോഗിയാക്കാനല്ലാതെ രോഗമുക്തിക്ക് ഒന്നും ഉതകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അത്രയും ഒരു 50 വർഷക്കാലം പഠിച്ചിട്ടുള്ള ഞാനൊരു അറിവ് എന്ന് പറഞ്ഞത്, പഠിച്ചത് മുഴുവൻ മറക്കുക, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. 10 വരെ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ ഈ സയൻസിൻ്റെ പേരിൽ പഠിച്ചു വെച്ചിട്ടുണ്ടോ എല്ലാം മറക്കുക. സാധാരണ മനുഷ്യനായിട്ട് ബാക്കിയുള്ള മൃഗജങ്ങളെ പോലെ, പക്ഷികളെ പോലെ ജീവിക്കുക. ഈ സാധനമൊക്കെ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ടീരിയ, ഈ വൈറസ്, ആന, ചേന എന്ന് പറഞ്ഞാൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആൾ രോഗിയാവുന്നല്ലാതെ വേറെ യാതൊരു കാര്യമില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് കൊണ്ട് നടക്കാം, പക്ഷെ ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാനിതെല്ലാം മറന്നു കളയാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാം അബദ്ധധാരണകളും തെറ്റിദ്ധാരണകളാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നിങ്ങളെല്ലാം മറക്കുക, പ്രകൃതിയോട് ഇണങ്ങി നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നോക്കിയിട്ടാവും അമ്പലത്തിൻ്റെ വെളിയിൽ ചെരുപ്പ് വയ്ക്കാൻ പറയും. എന്തിനാണ്? ആ നിലത്തൂടെ നടക്കാനാണ്, കല്ലിലൂടെ നടക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സെയിൻറ്റ്, വളരെ പവിത്രന്മാരായിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ടാവും, വളരെ സന്തായിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഹാന്മാരെ, സ്വാമിജിമാരെ നോക്കിയിട്ടുണ്ടാവും. അവരെല്ലാം നഗ്നപാതരായിട്ടാണ് മിക്കവാറും നടക്കുക. ഇന്നാണ് ആൾക്കാരിങ്ങനെ നടക്കാൻ തുടങ്ങിയത്. പക്ഷെ പണ്ട് അവരൊന്നും ചെരുപ്പില്ലാതെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് ഉപയോഗിക്കണമെങ്കിൽ മെതിയിടിയായിരുന്നു ഉപയോഗിക്കുന്നത്, അതായത് മരത്തിൻ്റെ ചെരുപ്പ് ഉപയോഗിക്കുന്ന ഹീലിംഗ് ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം ഇതൊരു വിഷവസ്തുവല്ല. അപ്പോൾ നമ്മുടെ ശരീരം വിഷവസ്തു വിളിക്കുന്ന സമയത്ത് ആ വിഷവസ്തുവിൻ്റെ പ്രഭാവം തീർച്ചയായിട്ടും നമ്മുടെ ഇതിൽ വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു ചികിത്സ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രഷറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് അവർ പറയുന്നൊരു പരിപാടി എന്താണെന്ന് പറയുമ്പോൾ, നമ്മുടെ കറ്റാർ വാഴ അതെടുക്കുക, എന്നിട്ടൊരു പാത്രത്തിൽ വയ്ക്കുക, എന്നിട്ട് അതിനെ ചവിട്ടിക്കൊണ്ടേയിരിക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ നാവിൽ കശപ്പ് അനുഭവപ്പെടും. കാരണം എന്താണെന്നറിയും, ഈ കശപ്പ് നമ്മുടെ പാദങ്ങളിലൂടെ കയറി നമ്മുടെ നാവ് വരെ വരും. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ബ്ലോക്കോ ഷുഗർ ഉണ്ടെങ്കിൽ അതോടുകൂടി തീരുന്നു പറയും. ഇതേ സാധനം തന്നെ കാട്ടുവെള്ളരി എന്ന് പറയുന്ന സാധനം, അതേ സാധനം മരത്തന്നെ ചെയ്യാം. അതേപോലെ തന്നെ കൈപ്പയ്ക്ക കൊണ്ടും ഇതേ മരത്തന്നെ ചെയ്യാം. പാവൽ എന്ന് പറയുന്ന സാധനം, ബിറ്റർ ഗോട്ട്, അതും ഇതേപോലെ തന്നെ കാലിലിങ്ങനെ ആക്കി നമ്മൾ ചവിട്ടി നമ്മുടെ നാവിൽ ആ കശപ്പ് വരുന്ന സമയത്ത് അതാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കാലിൽ നമ്മൾ എന്തൊന്ന് ചവിട്ടുന്നുണ്ടോ അത് നമ്മുടെ തല വരെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഓട്ടയാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഇവിടെ ഒരു നാഡിയുണ്ട്. ഇതിനെപ്പറ്റി നമ്മുടെ ഇന്നത്തെ ഈ മോഡേൺ അവർക്കറിയില്ല, പക്ഷെ പണ്ടുള്ള ആൾക്കാർക്ക് അറിയായിരുന്നു. അപ്പം നമ്മൾ കപ്പയ്ക്ക കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കാട്ടുവെള്ളരി അല്ലെങ്കിൽ ഒരു കറ്റാർവാഴ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ആ കശപ്പ് ഇവിടെ എത്തണമെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ സ്രോതസ്സാണ് എന്ന് ആയുർവേദം പറയുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതേ സമയത്ത് ഈ ചെരുപ്പ് എന്ന് പറയുന്ന സാധനം ഇതൊരു പ്ലാസ്റ്റിക്കാണ്, ഒരു വിഷവസ്തുവാണ്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ചവിട്ടി അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? അത് നമ്മൾ ഇന്നേവരെ പഠിച്ചു കാണില്ല, പഠിക്കാനുള്ള യാതൊരു സാഹചര്യമില്ല, അതിന് റിസർച്ചും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എല്ലാവരും പറയും നിങ്ങൾ ചെരുപ്പിട്ട് നടക്കും എന്നാണ് എല്ലാവരും പറയുക. കാരണം ബാക്ടീരിയ വരും, വൈറസ് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറയും. പക്ഷേ സുഹൃത്തുക്കളെ, അതിലൊന്നും കാര്യമില്ല. പഠിച്ചെല്ലാം മറന്നിട്ട് നമ്മൾ പഴയ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ വളരെ സൗഖ്യമായിട്ട്, സമാധാനമായിട്ട്, ശാന്തമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഒരു പ്രഷറും ഇല്ല, ഒരു ഷുഗറും ഇല്ല. ഷുഗറിന് ആയുർവേദത്തിൽ ഒരു മരുന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് പറയുന്ന സമയത്ത് ചരക സംഹിതയിൽ പറയുന്നത് എങ്ങനെയാണ്? 6 മാസക്കാലത്ത് കുടയും ചെരുപ്പും ഉപേക്ഷിച്ചിട്ട്, അതായത് കുട, സൂര്യപ്രകാശം ശരീരത്തിൽ വീഴണം. ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ നഗ്നപാതനായിട്ട് നടക്കണം. 6 മാസം നമ്മൾ ഗോപാലകനായിട്ട് നടന്നു കഴിഞ്ഞാൽ, അതായത് പശുവിനെ മേയിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് അവർ നിങ്ങൾക്ക് ഡയബറ്റീസിൽ നിന്ന് മുക്തി തരുന്നുണ്ട്. 5 പൈസ ചിലവാക്കണ്ട. ഒരു ഡയബറ്റോളജിസ്റ്റിൻ്റെയോ ബാക്കി എവിടെയും പോകണ്ട, എല്ലാം തന്നെ നമുക്ക് മുക്തി തരും. പക്ഷേ ഇന്ന് നമുക്കങ്ങനെ ഗോപാലകനായിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ നടക്കുക. ഇതുകൊണ്ടാണ് പണ്ട് ആൾക്കാർ ഈ പദയാത്ര എന്ന് പറയുന്ന സംഗതിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ്? ഈ ഒരു കാര്യത്തിനാണ്. ഞാനൊരു പദയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. നാഗ്പൂരിൽ നിന്നും ബോധഗയ വരെ ഒരു പദയാത്ര, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പദയാത്ര കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടം പറയാം. ഒരു വ്യക്തിക്ക് എല്ലാ സമയത്തും ആൻജൈന ഉണ്ടായിരുന്നു, ഹാർട്ടിൽ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. ഈ വ്യക്തി പദയാത്ര നടത്തി 41ാമത്തെ ദിവസം, അതായത് 1200 കിലോമീറ്റർ ആയിരുന്നു. ഡെയിലി 60 കിലോമീറ്ററാണ് നടത്തുന്നത്. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ നടത്തും ഒന്നും നടക്കാൻ പോകുന്നില്ല, കാര്യം ഞാൻ പറയാം. പക്ഷേ ആ വ്യക്തി 50-60 കിലോമീറ്റർ നടന്ന് 41ാം ദിവസം അദ്ദേഹത്തിന് പെയിൻ ഇല്ല, ടോട്ടലായിട്ട് പോയി. ഷുഗറുള്ള ഒരു രോഗി
41 ദിവസം നടന്നതിന് ശേഷം, അതായത് ദിവസം 40-50 കിലോമീറ്റർ നടന്നതിന് ശേഷം 41ാമത്തെ ദിവസം 20 ലഡ്ഡുവാണ് അദ്ദേഹം കഴിച്ചത്. കാരണം ആ സമയത്ത് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്, സ്വീറ്റ്. ഇപ്പോൾ നമ്മുടെയൊക്കെ പ്ലേറ്റിൽ 20 ലഡ്ഡുവാണ്. ആ ഷുഗർ പേഷ്യൻ്റ് 20 ലഡ്ഡു ഒന്നിച്ച് കഴിച്ചു. ശേഷം ഷുഗർ കൂടിയില്ല. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ചെരുപ്പില്ലാതെ നടക്കുന്നതിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങളോട് ഞാൻ എല്ലാ സമയത്തും ചെരുപ്പില്ലാതെ നടക്കാൻ പറയുന്നില്ല. പറ്റുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം, ഞാൻ എൻ്റെ അഹംഭാവം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ചെരുപ്പില്ലാതെ നടക്കാൻ തുടങ്ങി. വളരെ ശാന്തമായിട്ടുള്ളൊരു അനുഭവമാണ്, വളരെ സുഖകരമായിട്ടുള്ളൊരു അനുഭവമാണ്. നിങ്ങളുടെ തലവേദന, മൈഗ്രെയിൻ അങ്ങനത്തുള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല. ശരീരത്തിന് ടോട്ടലായിട്ടൊരു എനർജി ഉണ്ടാവും, ശരീരത്തിന് ടോട്ടലായിട്ടൊരു ശാന്തത ഉണ്ടാവും. നിങ്ങൾ പ്രകൃതിയോട്ട് ഇണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ചെരുപ്പില്ലാതെ നടക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അഥവാ അങ്ങനെ നടക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലെങ്കിലും നിങ്ങളുടെ ഈ പുല്ലിലും അതേപോലെ തന്നെ ചരലിലൊക്കെ ഒരു മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ നഗ്നവാഹനമായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. നിങ്ങൾ സ്വയം അനുഭവിച്ചറിയാൻ പറ്റും. ഇതിന് വേറെ യാതൊരു റിസർച്ച് പേപ്പറും വേണ്ട. കാരണം നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുന്ന സമയത്തുള്ള നമ്മുടെ ആ അനുഭൂതി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേ സമയത്ത് ഈ സമയത്ത് ചെരുപ്പ് ഇടുകയാണെങ്കിൽ അതിൻ്റെയും എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ശരീരത്തിലുള്ള ആ മാറ്റം. ചെരുപ്പിടാതെ നടക്കുന്ന ആ ഒരു സുഖത്തിൻ്റെ അനുഭൂതിയും നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു വല്ലാത്തൊരു സുഖകരമായിട്ടുള്ളൊരു അനുഭൂതി അല്ല അത്. ഈ കാര്യം വളരെ ക്ലിയറായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായി. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് നല്ലത്. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനറിയാം. ഈ കൂട്ടുകാരൻ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും രാത്രി ലൈറ്റ് ഉപയോഗിക്കാറില്ല, അതായത് ഇലക്ട്രിക്കൽ ലൈറ്റ് ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ച എപ്പോഴും വളരെ പെർഫെക്റ്റാണ്. ഈ വയസ്സിലോ അദ്ദേഹം കണ്ണട വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണട ശരിയാവുക, നമ്മളെ കണ്ണ് തീർച്ചയായിട്ടും ശരിയാവും. കാരണം എത്രത്തോളം കൂടുതൽ പ്രകാശം വരുന്നു അത്രത്തോളം കണ്ണിന് കാഴ്ച കമ്മിയാവും. ശരിയാണ്. അപ്പോൾ ഡോക്ടർ വില്യം ബേറ്റിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ബെറ്റർ ഐസൈറ്റ് വിത്ത് ഗ്ലാസസ് എന്നുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഈ കണ്ണിൻ്റെ ഈ ചികിത്സയെപ്പറ്റി എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഒരു കണ്ണ് ഡോക്ടറായിരുന്നു, MD ആയിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രമാത്രമാണ് എനിക്ക് ഈ ചെരുപ്പില്ലാതെ നടക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.